നമ്മൾ മെൻ്റൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ഞാൻ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് മാത്രം. മനസ്സിലായ, വന്ന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ ഈക്വലായിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, മെയിനായിട്ട് മെൻ്റലി നമ്മൾ റെഡി ആവണം, ഫിസിക്കലി നമ്മൾ റെഡി ആവണം. എക്സസൈസ് ചെയ്യുക. നമ്മൾ 24 മണിക്കൂറും ഈ മക്കളെ കൂടെ ആയിരിക്കും. നമ്മളെ ലോകം അവർ മാത്രമായിരിക്കും. അതിൽ നിന്നൊരു 2 hours എങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥതായ പാരൻസ് ആയതുകൊണ്ടല്ല. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചാണ് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ അവരെന്തായാലും ജോലിക്ക് പോക്ക് കമ്പൽസറിയാണ്. ആ സമയത്ത് അവർ സ്ട്രെസ് മാനേജ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കാണെങ്കിലോ, ഹൗസ് വൈഫും കൂടി ആണെങ്കിലോ, ഇതുപോലെ നമ്മളെപ്പോലെ മാലക കുഞ്ഞുങ്ങളില്ല എല്ലാ പാരൻസും മിക്കവാറും മോസ്റ്റ്ലി ഹൗസ് വൈഫ്സ് ആയിരിക്കും അല്ലേ. അപ്പം 2 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളെ ടൈം നിങ്ങൾ കണ്ടെത്തണം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്, ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സാക്രിഫൈസസ് ഇന്ന് എനിക്കുണ്ട്. അത് 2 മണിക്കൂർ മിനിമം. ഫസ്റ്റ് നിങ്ങൾ 2 മണിക്കൂർ ടാർഗറ്റ് വെച്ച് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ ശ്രമിക്കുക. എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മൈൻഡ് ഓക്കെ ആവുന്നൊരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ മൈൻഡ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഞാനാണെങ്കിൽ ജിമ്മിന് പോവും. അപ്പം ജിമ്മിന് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ടാവും. ചിലപ്പം നമ്മളെ മാലക കുഞ്ഞുങ്ങളുണ്ടാവുമ്പം മാലക കുഞ്ഞുങ്ങൾ 2 മിനിറ്റ് പോലും നോക്കാൻ പരസഹായം ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾ. നമ്മളെ ഭർത്താവ് എന്തായാലും പോണ്ടി വരും. ഇവിടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പം പിന്നീട് കുട്ടീനെ നോക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ കേസസും വരാം. അഥവാ നിങ്ങൾക്ക് ഇപ്പം നമുക്കൊരു കൺസിഡർ ചെയ്യാം, നമുക്ക് ഒരു 2 മണിക്കൂറേക്ക് നമ്മുടെ ആരെങ്കിലും നമ്മളെ ഉമ്മ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നോക്കിയാലേ നമ്മളെ മക്കളെക്ക് ഓക്കെ ആവുമല്ലോ, സമാധാനമാവും. നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മളെ നോക്കിയാൽ നമ്മളെ ഉമ്മമാരാണ്. അവരെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് എന്താണോ ആക്ടിവിറ്റി, ജിമ്മിന് പോകാൻ പറ്റുവാണെങ്കിൽ ജിമ്മിന് പോവുക. ഇല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എന്താക്കണം, പല രീതിയിലും നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഹോർമോണ് ഇംബാലൻസ് ഇല്ല, ഹോർമോൺ ബാലൻസ് ആയിട്ട് മാറും. ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. ബൈ ബൈ.